നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 575 575. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 575. 66-ാം സർഗം ഭഗവാന്റെ അന്നയാചനവും ഗോപാലന്മാർക്ക് ഉപദേശവും എന്നുള്ള ഭാഗം ലീലാകാന്ഡത്തിൽ. അതിൽ 12-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് എന്തായിരുന്നു? അവിടെ ചെന്നു ചോദിപ്പിൻ ചൊല്ലാം ഞങ്ങളയച്ചതായി മടിച്ചു നിൽക്കായിക ഏട്ടൻ്റെ പേരും എൻ പേരും മോതിടാം. അതാണ്, ഒരു സ്ഥലത്ത് പോയാൽ എന്തു പറയണം, നമ്മൾ അവരവരുടെ ഐഡൻറ്റിറ്റി പറയണം. അപ്പോൾ ബലരാമേട്ടൻ്റെയും എൻ്റെയും പേര് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അടുത്ത ശ്ലോകം. ശ്രീതാമാവും സുബലനും മറ്റും ചേലാർന്ന കുട്ടികൾ സർവേശ്വരൻ അയച്ചുള്ളോരുടൻ കൈകൂപ്പി വിപ്രരെ. ഒക്കെ ഗുണപാടാണ്. ബ്രാഹ്മണരെ കണ്ടാൽ കൈകൂപ്പണം. അപ്പോൾ പറഞ്ഞു, ശ്രീതാമാവും സുബലനും മറ്റും ചേലാർന്ന കുട്ടികൾ സർവേശ്വരൻ അയച്ചുള്ളോരുടൻ കൈകൂപ്പി വിപ്രരെ നമസ്കരിച്ചു സാഷ്ടാംഗം എഴുന്നേറ്റു വിനീതരായി അറിയിച്ചാർ ഇപ്രകാരം. നമസ്കാരം ദ്വിജേന്ദ്രരെ. എത്ര സരളമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, സംതിങ് മാർവലസ്. എനിക്ക് അത്രേ പറയുള്ളൂ. നമസ്കരിച്ചു സാഷ്ടാംഗം എഴുന്നേറ്റു വിനീതരായി അറിയിച്ചാർ ഇപ്രകാരം. നമസ്കാരം ദ്വിജേന്ദ്രരെ. ഗോകുലേശൻ്റെ മകനാം കൃഷ്ണനും ബലരാമനും. ഇവിടുത്തെ ഒരു വ്യത്യാസം കണ്ടുവോ? 12-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു മടിച്ചു നിൽക്കായിക ഏട്ടൻ്റെ പേരും എൻ പേരും മോതിടാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ ചെയ്തത് എന്താ? ഗോകുലേശൻ്റെ മകനാം കൃഷ്ണനും ബലരാമനും. അനിയൻ്റെ പേരെന്നാണ് പറഞ്ഞത്. തന്നിക്കും തന്നെ അവർക്കും മടങ്ങി വരേണ്ടി വന്നു. ഭഗവാൻ പറഞ്ഞത് ചെയ്യണം എപ്പോഴും. ഭഗവാൻ എന്താ പറഞ്ഞത്? എൻ്റെ ഏട്ടൻ്റെ പേരും എൻ്റെ പേരും പറഞ്ഞോളൂ, കാര്യം ശരിയാവുന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് ഇവർ പൊസസീവ്നെസ്, ഓവർ പൊസസീവ്നെസ് പാടില്ല. പൊസസീവ്നെസ്. ഭഗവാൻ സർവേശ്വരൻ പറഞ്ഞതന്നെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഗുണപാഠം മനസ്സിലായോ ഹരിദാസ്? ഭഗവാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ്, ഭഗവാന്റെ ആജ്ഞാവർത്തികളാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഏട്ടൻ്റെ പേരും എൻ്റെ പേരും പറഞ്ഞോളൂ. ഇവരെന്ത് പറഞ്ഞു? കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പേരും പറഞ്ഞു. ഇനിയിപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഗോകുലേശൻ്റെ മകനാം കൃഷ്ണനും ബലരാമനും കൽപ്പിച്ചയച്ചു വന്നുള്ളോർ ഞങ്ങൾ ഗോപബാലരാം. ഒട്ടു ദൂരത്തിലായി പൈക്കൾ മേയ്ക്കയാണ് അവരത്രയും വിശന്നു നിൽക്കയാണ് ഉണ്ണാൻ ഏകിയാലും ഉപകാരമാം. ഞങ്ങൾ വന്നു. എന്തിനു വന്നു? പശുക്കളെ മേയ്ക്കാൻ വന്നു. വളരെ ദൂരത്താണ് വന്നിട്ടുള്ളത്. വിശക്കുന്നുണ്ട്, മടങ്ങിപ്പോയി ഊണ് കഴിക്കാൻ പറ്റില്ല. ഊണ് കഴിക്കേണ്ട സമയമാണ്, എന്തെങ്കിലും തരൂ. ഉണ്ടെങ്കിൽ ഞങ്ങൾ തൻ കയ്യിൽ തന്നാൽ കൊണ്ടേ കൊടുത്തിടാം. അതാണ് കുരിയറാണ് ഞങ്ങൾ. ഭഗവാന്റെ എല്ലാ സാധനങ്ങളും അവിടെ എത്തും. കുരിയർ സർവീസ് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, അന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞങ്ങൾ തൻ കയ്യിൽ തന്നാൽ കൊണ്ടേ കൊടുത്തിടാം. സൗത്രാമണി ഒഴിഞ്ഞെങ്ങും പശ്വാലംഭം കഴിഞ്ഞിടിൽ. സൗത്രാമണി ഒഴിഞ്ഞ എങ്ങും പശ്വാലംഭം കഴിഞ്ഞിടിൽ എന്ന് പറഞ്ഞാൽ അതൊരു താന്ത്രിക കർമ്മമാണ്. യാഗം ചെയ്യുമ്പോൾ ഈ അന്നം ഹോമം നടക്കാതെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൗത്രാമണി ഒഴിഞ്ഞ് എങ്ങും പശ്വാലംഭം കഴിഞ്ഞിടിൽ ദീക്ഷിതാന്നം വർജമല്ലെന്ന് അരുളി ഞങ്ങൾ തൻ പ്രഭു.
ദീക്ഷിതാന്നം യാഗം നടക്കുന്ന സ്ഥലത്ത് ഉള്ളവരുടെ തരുന്നത് വർജ്യമല്ല, പ്രസാദമാണ്. ദീക്ഷിതാന്നം വർജ്യമല്ലെന്നരുളി ഞങ്ങൾ തൻ പ്രഭു, നിങ്ങളെല്ലാവരും ധർമ്മം അറിവുള്ളവരല്ലയോ. അപ്പോൾ നമ്മളറിയാത്ത പല കാര്യങ്ങളും ഭഗവാൻ ഇവരോട് പറഞ്ഞുകൊണ്ട് ഇവിടെ വിവരിക്കാത്തത്, അതാണ് അവർ പറഞ്ഞത്. അതാണ് ആ ഡയറക്ഷൻ, വ്യാസരുടെ തൂലികാചലനത്തിൻ്റെ ഭംഗി. അതിനാൽ ആവതും വേഗം അയച്ചിടേണം ഞങ്ങളെ ഈ വണ്ണം അറിയിച്ചിട്ടും അറിഞ്ഞില്ല അഭിമാനികൾ. ഇങ്ങനൊക്കെ വിനീതരായി നീണ്ടു നിവർന്ന് നമസ്കരിച്ച് കൈക്കൂപ്പി കാര്യകാരണ സഹിതം എല്ലാം പറഞ്ഞിട്ടും അതിനാൽ ആവതും വേഗം അയച്ചിടണം ഞങ്ങളെ ഈ വണ്ണം അറിയിച്ചിട്ടും അറിഞ്ഞില്ല അഭിമാനികൾ. അഭിമാനം പാടില്ല, ദുരഭിമാനം പാടില്ല. സിൻസിയറിറ്റി വേണം എല്ലാറ്റിലും. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഒരു 2 കൊല്ലം മുമ്പ് പഴയ പട്ടാമ്പി അമ്പലത്തിൻ്റെ പേരും പറഞ്ഞ് ചിലവരെ കാണാൻ പോയി. വളരെ ഹാർദവമായിട്ടുള്ള പെരുമാറ്റം, വളരെ ഹാർദവമായിട്ട്. അതേ വേവ് ലെങ്ത്തിൽ ഞാനൊരു 1.5 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർക്കതാണ് ഡൈജസ്റ്റ് ആയില്ല. ഞാൻ ഹരേ കൃഷ്ണ എന്നും പറഞ്ഞ് ഞാൻ മടങ്ങുകയും ചെയ്തു. എനിക്കത് പ്രശ്നമില്ല. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഈ എപ്പിസോഡ് ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളോട് ആദ്യം പറഞ്ഞില്ല? അതിന് തക്കതായ സൗകര്യം വന്നില്ല. ഇവിടെ ഭഗവാൻ എൻ്റെ വായ കൂടെ കയറ്റി തന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ണം അറിയിച്ചിട്ടും അറിഞ്ഞില്ല അഭിമാനികൾ. ചിലവരുണ്ട് അങ്ങനെ, നമുക്ക് അവരോടൊന്നും ചെയ്യാൻ പറ്റില്ല. ഹരേ കൃഷ്ണ എന്ന് പറയാനേ പറ്റുള്ളൂ. അല്പകാര്യങ്ങളിൽ തന്നെ മഹത്താം മർത്യജീവിതം നശിപ്പതോർക്കാതെ ഓരോരോ വീമ്പോതിയിടുന്നു കർമ്മികൾ. ഇത് നമ്മൾക്ക് സുവർണ ലിഖിതമായിട്ട് എഴുതി വെച്ച് നമ്മൾ അതിൽ പെടാതേണ്ടിരിക്കണം. ഏത് കർമ്മം മാത്രം മൂലധനമായിട്ട് പ്രഹസനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെവിടെ എത്തൂല്ല, മറ്റുള്ളവരെ എവിടെ എത്തിക്കില്ല. അത് ഞാൻ 2 പ്രാവശ്യം വായിച്ച് ഇനി മനസ്സിലാക്കി തരാം. അല്പകാര്യങ്ങളിൽ തന്നെ മഹത്താം മർത്യജീവിതം നശിപ്പതോർക്കാതെ ഓരോരോ വീമ്പോതിയിടുന്നു കർമ്മികൾ. അവിടെയാണ് ഈ ബ്രഹ്മശ്രീ പട്ടമൊക്കെ വകതിരിവില്ലാതെ കണ്ട് ഉപയോഗിച്ച് അതിൻ്റെ സൗകുമാര്യം നശിപ്പിക്കുന്നത്. ദേശകാല വിധി ദ്രവ്യമന്ത്രതന്ത്രാദി സർവവും ദേശകാല വിധി ദ്രവ്യമന്ത്രതന്ത്രാദി സർവവും ആർത്തൻ പ്രസാദത്തിനാണ് ആ മഹേശ്വരൻ അധോക്ഷജൻ. ഇനി എന്താ പറയാനുള്ളത്? ദേശകാല വിധി ദ്രവ്യമന്ത്രതന്ത്രാദി സർവവും ആർത്തൻ പ്രസാദത്തിനാണ് ആ മഹേശ്വരൻ അധോക്ഷജൻ. അകക്കണ്ണുകൊണ്ട് കണ്ട് അനുഭവിക്കുന്ന ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യരുത്? പട്ടം പറപ്പിക്കുന്ന ലാഘവത്തിൽ വിട്ടുതള്ളരുത്. പട്ടം പറപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? വേറൊരു പട്ടത്തിൻ്റെ നൂല് അതിൽ കുടുങ്ങി നമ്മുടെ പട്ടം കയ്യിൽ നിന്ന് പോവും. പറത്തിയത് മാത്രം വെറുതെ, കയ്യിൽ നൂല് മാത്രം വരും. അപ്പോൾ അറിവില്ലാപേതങ്ങളാണ് പൊന്നു തമ്പുരാനെന്ന് വിളിച്ച് കരയും ചെയ്യണത് കുൽസിത ബുദ്ധികളാവും ചെയ്യുക ഇല്ലേ? ശബരിമലയ്ക്ക് പോകുമ്പോൾ അറിവില്ലാപേതങ്ങളാണ്, കുറ്റവും എന്തൊക്കെ ഉണ്ട്, കുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തരണേ എന്നൊക്കെ പറയും. ചെയ്യണ കാര്യങ്ങളോ മുമ്പിലൊരാൾ അല്ലെങ്കിൽ തിരക്കുണ്ടെങ്കിൽ അവരെ ഉന്തി തള്ളി പോകും ആൾക്കാർ. നടക്കാൻ വയ്യാത്ത ഒരാളെ കയറി പോകുമ്പോൾ ക്യൂ ചിലപ്പോൾ പാദബലം പാദം പറഞ്ഞു പോകും ചില ആൾക്കാർ. അപ്പം ഇവിടെ ദേശകാല വിധി ദ്രവ്യ മന്ത്രതന്ത്രാദി സർവവും ആർത്തൻ പ്രസാദത്തിനാണ്. ഭഗവാന്റെ പ്രസാദത്തിനാണ്, ഭഗവാനെ പ്രസാദിപ്പിക്കാനാ. അത് ചെയ്യാതെ പറഞ്ഞിട്ടും ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മഹേശ്വരൻ അധോക്ഷജൻ മുമ്പിൽ പ്രത്യക്ഷനായിട്ടും നോക്കിയില്ല ആഢ്യമാനികൾ.
ഗോകുലാധിപൻ്റെ മകനതാ വന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടും ഗോകുലാധിപൻ ആരാണെന്നും ഈ ഭഗവാൻ ശ്രീഹരിയുടെ ലീലാവിനോദങ്ങളൊന്നും ഇവർ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കേട്ട ബോധം കാണിക്കണില്ല. അവരുടേതായിട്ടുള്ള കാണാമറയത്തുള്ള ഈശ്വരനെ മന്ത്രതന്ത്രങ്ങളെ കൊണ്ട് യാഗം യജ്ഞം എന്നുള്ള പേരിൽ കാര്യങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും കേൾക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? മുമ്പിൽ പ്രത്യക്ഷനായിട്ടും നോക്കിയില്ല ആഢ്യമാനികൾ, ജാതി ഗർവിഷ്ഠരരുൾ തിങ്ങും ദുരഹങ്കാരവായ്പിനാൽ. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ ഭഗവാൻ ശരിക്ക് ഗോകുലാധിപൻ്റെ മകനായിട്ട് അവതാരം ചെയ്യുന്നത്. ബ്രാഹ്മണനാണോ? അല്ല. ക്ഷത്രിയനാണോ? അല്ല. വൈശ്യനാണോ? അല്ല. പിന്നെയോ നോർമാഡിക് ട്രൈബാണ്. പശുക്കളെ പരിപാലനം ചെയ്ത് പോവുകയാണ്. ഇതാണ് നമ്മൾക്ക് പറ്റണ തെറ്റ്. ജാതി ഗർവിഷ്ഠർ അരുൾ തിങ്ങും ദുരഹങ്കാരവാപ്പിനാൽ. അവർ ബ്രാഹ്മണന്മാരാണെന്നും യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണെന്നും അവരെ ഉള്ളം കയ്യിലുള്ള നെല്ലിക്ക പോലെയാണ് ഈശ്വരൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവരുടെ കയ്യിൽ. സത്യത്തിൽ ഒരു ചുക്കൂല. അതാണ് ദുരഹങ്കാരവായ്പിനാൽ. ദർഭപ്പുല്ലും എടുത്തും കൊണ്ട് അഗ്നിഹോത്രി ഒരക്ഷരം മിണ്ടാതെ എന്തോ മൂളിയും കൊണ്ടകത്തേക്കു നടക്കവേ. ഈ ഒരു വരി ഉണ്ടല്ലോ, ഈ ഒരു ശ്ലോകം, 23-ാമത്തെ ശ്ലോകം വ്യാസരുടെ അല്ല. ഇത് സാക്ഷാൽ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിയുടെ. താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്ക് അറിയണ കൂട്ടത്തിൽ ഈ കാര്യം ഇതിനേക്കാൾ ഭംഗിയായിട്ട് പറയാൻ വേറൊരാളില്ല. കാരണം എന്താ? അദ്ദേഹം 6-7 വർഷമാണ് പുറപ്പെടാശാന്തിയായിട്ട് ഭഗവാനെ പൂജിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങൾ കൂടുതൽ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സൈൻഡാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ പൊന്നുമുട്ട ഇടുന്ന താറാവാണല്ലോ ദേവസ്വം, അല്ലേ? മേൽശാന്തി പദം മണ്ടാണ്ടിരുന്നാൽ പോരെ, കാശ് എത്ര വേണമെങ്കിൽ കിട്ടും. ഇപ്പം ഈ 6 മാസം ജോലി ചെയ്തിട്ടുള്ളവരൊക്കെ പുറത്ത് വന്നിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റിലും അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വയസ്സ് 72ആയി. പലവരും പലതും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ശ്രീമദ് ഭാഗവതം മൂലം പ്രഥമസ്കന്ധത്തിൽ 1-2 അധ്യായത്തിൽ 9 മുതൽ 13 വരെ, 9, 10, 12, 12, 13, അതെ 9 മുതൽ 13 വരെയുള്ള അർത്ഥം പറയുണ്ടായി. അപ്പോൾ അതിലെന്താ പറഞ്ഞത്? ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ, നപുംസകമായിട്ടുള്ളവരെ ഒരിക്കലും അർത്ഥലാഭത്തിന് വേണ്ടി ഈശ്വരനെ ഭജിക്കരുത്. അതിനെ കാറ്റിൽ പറത്തിയിട്ടല്ലേ ഈശ്വരാധീനം ഉണ്ടാവാൻ ഭക്തി വേണമെന്ന് പറഞ്ഞിട്ടും ഭക്തി എങ്ങനെ ഉണ്ടാക്കണം, അതാണ് ശരിയായ ധർമ്മം എന്ന് അറിഞ്ഞിട്ടും അതിന് മെനക്കെടാതെ കണ്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ദർഭപ്പുല്ലുമെടുത്തും കൊണ്ട് അഗ്നിഹോത്രി ഒരക്ഷരം മിണ്ടാതെ എന്തോ മൂളിയും കൊണ്ടകത്തേക്കു നടക്കവേ പരസ്പരം പിറുപിറുത്ത് ഓതിനാർ അവരിങ്ങനെ പിള്ളന്മാർ തൻ പ്രസംഗങ്ങൾ കേട്ടില്ലേ സോമനൊക്കെയും. ഇപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ ഗോകുലാധിപൻ മക്കൾ ആന, ചേന, പശുവിനെ മേയ്ക്കണു, വിശക്കണു, ഇങ്ങോട്ട് തന്നാൽ മതി, ഞങ്ങൾ കൊണ്ടേ കൊടുത്തോളാം. വടി കൊടുത്ത് അടിവാങ്ങല്ലേ ചെയ്യണത് ഹരിദാസേ. അപ്പോൾ പരസ്പരം പുറുപുറുത്തോതിനാർ അവരിങ്ങനെ പിള്ളന്മാർ തൻ പ്രസംഗങ്ങൾ കേട്ടില്ലേ സോമനൊക്കെയും. പശ്വാലംബം കഴിഞ്ഞീടിൽ ഉണ്ണാൻ പോലും അസത്തുക്കൾ. ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്?
സാക്ഷാൽ ശ്രീഹരി പരിപൂർണാവതാരമായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാന്റെ ഒത്താശകളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? പശ്വാലംഭം കഴിഞ്ഞേടിൽ ഉണ്ണാൻ പോലും അസത്തുക്കൾ. സംഗതി ശരിയാണ്. ഓം അസതേ നമ, ഓം അസതേ നമ. എനിക്ക് സമാധാനമുണ്ട്. പക്ഷേ പറപ്പിക്കുകയാം നമ്മെ കുരുത്തം കെട്ട വറ്റകൾ. പഠിപ്പിക്കുകയാം നമ്മെ. ഇവിടെയാണ് പിള്ളേർ പറഞ്ഞാലും ബാലാനാം യുവാനാം വൃദ്ധാനാം. ബോധമുള്ളവർ നമസ്കരിക്കണം. ബാലന്മാരേനെയും യുവാക്കളെയും വൃദ്ധന്മാരെയും നമസ്കരിക്കണം. അതേമാതിരി ബാലന്മാർ പറഞ്ഞാലും നമ്മൾ കേൾക്കണം. ബാലന്മാർ പറഞ്ഞത് കേൾക്കണം. ആര് പറഞ്ഞാലും കേൾക്കണം. എന്നിട്ട് നമ്മൾ വിശകലനം ചെയ്യണം. അത് ശരിയാണോ തെറ്റാണോ? പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതേണ്ട കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ സർവീസിൽ ഞാൻ പേരുകൾ പറയണില്ല, കോൺഫിഡൻഷ്യൽ അല്ലേ. ക്ലാസ് 4 എംപ്ലോയീസ് ചിലവർ ഈ മദ്യത്തിന് അടിമപ്പെടും. എന്നിട്ട് അവർ കിട്ടണതൊക്കെ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്ന് ടെമ്പററി ലോൺ 200 രൂപ 250 രൂപ, പിന്നെ അത് 500 ആയി, 1000 2000 ഒക്കെ ആയി, അത് വേറെ കാര്യം. അതൊക്കെ വാങ്ങി അവർ കള്ള് കുടിച്ച് കൂത്താടുക. അപ്പോൾ നേരായ വഴിക്ക് തന്നെ അവരുടെ ഫണ്ട്സ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ IIT എന്ന് പറയുന്നത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ഓരോ സ്റ്റെയർ കേസിൻ്റെയും വക്കൊക്കെ പിത്തള 2 ഇഞ്ച് 3 ഇഞ്ച് വീതിയിൽ പിത്തള പതിച്ചിട്ടാണ്. എന്തിന്? ഗ്രിപ്പ് ആയിട്ട് ആൾക്കാർ വഴിക്ക് വീഴാതെണ്ടിരിക്കാൻ. റഷ്യൻ ഡിസൈനാണ്. അപ്പോൾ മഴ വന്ന സ്റ്റെയർ കേസൊക്കെ നനയും. അവർക്ക് കാറ്റ് സഞ്ചാരമാണ് വേണ്ടത്. ഇന്ത്യയിലത്തെ മഴേനെ പറ്റിയിട്ട് അവർക്ക് ബോധമില്ല. അപ്പോൾ അതിൽ പല പശകുകളുണ്ട്. ഇപ്പോൾ ഒരു 7 കൊല്ലം മുമ്പേ ഇത് എൻറ്റയർ കൊറിഡോഴ്സ്, ഒരു 1.5 കിലോമീറ്റർ നീളമുണ്ട് കൊറിഡോഴ്സും എല്ലാം കൂടി. അതൊക്കെ റിനോവേറ്റ് ചെയ്തു. കാരണം എന്താ? ഇന്ത്യൻ കണ്ടീഷനിൽ മഴ പെയ്താൽ കൊള്ളാത്ത രീതിയിൽ. അപ്പോൾ അവർ ചിലപ്പോൾ ഇത് ഇളകണമെന്നൊക്കെ എടുത്ത് കൊണ്ട് വെക്കുക. അതേമാതിരി ടാപ്പ് ഊരി വെക്കുക. പിന്നെ ഈ വാട്ടർ ടാങ്കിലൊരു ബോളുണ്ട്, അത് ബ്രാസാണ്, ചെമ്പാണ്. അങ്ങനെ ആരെയൊക്കെ പിടിച്ചാൽ സമ്മറി പിന്നെ പെനാൽറ്റി ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു കമ്മിറ്റിയൊക്കെ വെക്കണം. അങ്ങനെ കമ്മിറ്റിയൊക്കെ വെച്ച്, അപ്പോൾ പല കമ്മിറ്റിയിലും ഞാൻ സെക്രട്ടറി ആയിട്ടുണ്ട്. അപ്പോൾ ചിലവർ ഇൻക്രിമെൻ്റ് തടയണം, പിന്നെ അങ്ങനെ കുറച്ച് ലോസ് വരുന്ന കൂട്ടത്തിലൊക്കെ വിധിക്കും. അപ്പം ഞാൻ എൻ്റെ പരിപക്വതാവസ്ഥയിൽ പറയും, സാർ, ആന പോണത് നമ്മളെ അറിയണില്ല, ചേന പോണത് നമ്മളെ അറിയണു, അത്രയേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇവിടുത്തെ പേര് കേട്ട ആൾക്കാരിൽ നിന്നും കാറുകൾ, സെക്യൂരിറ്റിക്കാർ എന്ത് ചെയ്യില്ല? നോക്കില്ല, നോക്കാൻ പാടില്ല. അവർ അത്രയും കേമന്മാരാണ്. അപ്പോൾ ശരിക്കും സെക്യൂരിറ്റിക്ക് പവർ ഉണ്ടെങ്കിൽ അവർ നോക്കണം. ജോലി ആണത്, അല്ലേ? അപ്പോൾ ഇത്ര കടുത്ത പെനാൾട്ടി കൊടുക്കരുത്. അന്നം മുട്ടിക്കുന്ന പരിപാടിയല്ലേ. അവരത് മൈൽഡാക്കി കൊടുക്കും. അപ്പോൾ എനിക്കുണ്ടാവുന്നൊരു സന്തോഷം. അല്ലെങ്കിൽ ഈ പാവങ്ങൾ പിന്നെ എന്നെ കാണുമ്പോൾ വന്നിട്ട് കാലൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ പറയും, മഹാപാപം എന്നെ കൊണ്ട് ജീവിപ്പിക്കരുത്, കെട്ടിപ്പിടിച്ചോളൂ. അപ്പോൾ എന്താ ഞാൻ പറയാൻ കാരണം? പഠിപ്പിക്കുകയാം നമ്മെ കുരുത്തം കെട്ട വറ്റകൾ എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. പറഞ്ഞേ, നമ്മുടെ ഉച്ചയിൽ തഥാതൻ പറഞ്ഞിട്ട് ഒരു ശക്തിവിശേഷമുണ്ട്, തഥാസ്തു എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തു പറയണോ അതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ അവർ തൻ പ്രഭുവാണത്രേ വിധിച്ചതവയൊക്കെയും. ഞങ്ങളുടെ പ്രഭു എന്നുള്ളൊരു വാക്ക് ഇവർ പറയുണ്ടായി. പ്രമോഷയോ അത് ഇവർക്ക് ഇഷ്ടമായില്ല.
ഇവരുടെ പ്രഭു കല്ലിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പോൾ അവർ തൻ പ്രഭുവാണത്രേ വിധിച്ചതവയൊക്കെയും അഗ്രാസനത്തിലേറിയിടും അല്പന്മാർ കാലവൈഭവം. കണ്ടോ ഈ പിന്നെ നാരായണീയ കർത്താവായിരിക്കുന്ന നാരായണ ഭട്ടതിരി അല്ലേ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും പൂന്താനും കൂടിയിട്ടുള്ള പെശകന്യാണ് ഇവിടെയും കാണിക്കണത്. അപ്പോൾ അവർ തൻ പ്രഭുവാണത്രേ വിധിച്ചതവയൊക്കെയും അഗ്രാസനം എന്ന് പറഞ്ഞാൽ ടോപ്പ് പോസ്റ്റ് പൊസിഷൻ്റെ ഏറിയിടും അല്പന്മാർ കാലവൈഭവം. ഓ മൈ ഗോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എണീറ്റു നിന്നോതി ഒരാൾ തറ്റുടുത്ത് അർദ്ധനഗ്നനായി. ഇതാണ് ഞാൻ എന്ത് പറഞ്ഞത്, താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി തൻ്റെ കുലത്തിലുള്ള ആഢ്യന്മാരെ എന്താണ് പിന്നെ വളരെ എനിക്ക് ആ വാക്ക് കിട്ടണില്ല, ശരിക്ക് പിച്ച് കീറുക ചെയ്യുന്നത്. എണീറ്റു നിന്നോ തീ ഒരാൾ തറ്റുടുത്ത് അർദ്ധനഗ്നനായി പീലിയും പട്ടുമായി പോരും അവറ്റയുടെ വേഷവും. ഈ ഗോപന്മാരെ നിന്ദിക്കുകയാണ് അവസാനത്തെ 2 വരിയിൽ. പീലിയും പട്ടുമായി പോരും അവറ്റയുടെ വേഷവും അടക്കയോളമേ പോന്നിട്ടുള്ളൂ കാണേണ്ട കാഴ്ചയാം അഹങ്കാരം മുഴുത്തങ്ങ് ഇങ്ങ് അലയും പിച്ചതണ്ടികൾ. ഞാൻ സീരിയസ് ആവണതിൻ്റെ കാരണം മനസ്സിലായോ? ഇപ്പോൾ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിനെ ഞാൻ കണ്ടിട്ടില്ല, പട്ടാമ്പി രാജഗോപാലിനെ അദ്ദേഹം കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ രണ്ടാളുടെയും മനസ്സ് വേവ് ലെങ്ത് മാച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ അടിച്ചു പറയും. സന്ദർഭം കിട്ടുമ്പോൾ എക്സിൻ്റെ പോരായ്മകൾ പറയണമെന്ന് അത് എന്നെ പഠിപ്പിച്ചതാണ്. ശരിയാണത്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആശ്രയദോഷം നമുക്കാണ്. അപ്പോൾ അടക്കയോളമേ പോന്നിട്ടുള്ളൂ കാണേണ്ട കാഴ്ചയാം അഹങ്കാരം മുഴുത്തങ്ങ് ഇങ്ങ് അലയും പിച്ചതണ്ടികൾ. ആരേനാ പറഞ്ഞത്? ഭഗവാന്റെ സന്തത സഹചാരികളായിട്ടുള്ള സുധാമാവൻ്റെ അതേ സുബലൻ അല്ലേ, സുബലനാ. 2 അർത്ഥമുണ്ട്. ബലൻ ഒപ്പമുള്ള ആളെ അർത്ഥമുണ്ട് അല്ലേ സുബലൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അടുത്തത് 29 സെൽഫ് ബോസ്റ്റിംഗ് എന്നാണ്. സെൽഫ് ബോസ്റ്റിംഗ് ആണ് സംഭവിക്കാൻ പോണത്. ശമം ദമം ഭൂതമൈത്രി വിനയം ക്ഷമ ഈ വിധം ശൗശീലം കൊണ്ടു മിന്നേണ്ടും മഹാബ്രാഹ്മണരിങ്ങനെ. അതും അദ്ദേഹം തന്നെയാണ്. അതായത് ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ ആണല്ലോ ബ്രാഹ്മണർക്ക് വേണ്ടത്, അതൊന്നും ഇല്ലാണ്ട് പോയില്ലേ എന്നാണ് പരിതപിക്കുകയാണ്. ശമം ദമം ഭൂതമൈത്രി, ജീവജാലങ്ങളോട് മൈത്രി വേണം. വിനയം ക്ഷമ ഈ വിധം ശൗശീലം കൊണ്ടു മിന്നേണ്ടും മഹാബ്രാഹ്മണരിങ്ങനെ സഭ്യമല്ലാത്ത മട്ട് ഓരോ തരം പരുഷവാക്കുകൾ വമിച്ചാരഴകാർന്ന് ഈശാവാസ്യം ഘോഷിച്ചിടുന്നവർ. അതെനിക്ക് ഇഷ്ടമായി. ആദ്യത്തെ 2 ശ്ലോകം സഭ്യമല്ലാത്ത മട്ടോരോ തരം പരുഷവാക്കുകൾ പറഞ്ഞു അവർ. എന്നിട്ടോ ഛർദ്ദിക്കണത് എന്താ? വമിച്ചാരഴകാർന്ന് ഈശാവാസ്യം ഇഹം അല്ലേ, കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ പരുഷവാക്കുകൾ പറഞ്ഞിട്ടാണ് ഈ കുട്ടികളെ ഓടിച്ചത് എന്നർത്ഥമായില്ലേ ഹരിദാസ്? ആലോചിച്ച് നോക്കൂ. പിന്നെ തരാമെന്നും തരില്ലെന്നും ഒന്നും മിണ്ടാതെ കേവലം, തരാമെന്നും തരില്ലെന്നും ഒന്നും മിണ്ടാതെ കേവലം മൂഢരെ പോലെ മുഖവും വേർപ്പിച്ചങ്ങു നിൽക്കവേ. അതാണ് അതിഥി ദേവോ ഭവ എന്നുള്ള പ്രമാണം ഇവർക്കില്ല. എന്താ അങ്ങനെ ചോദിക്കുക അവർ. ആരാ എന്താന്ന് ചോദിക്കരുത് ശരിക്കും. അപ്പോൾ തരാമെന്നും തരില്ലെന്നും ഒന്നും മിണ്ടാതെ കേവലം മൂഢരെ പോലെ മുഖവും വേർപ്പിച്ചെങ്ങു നിൽക്കവേ മുറ്റത്തു നിന്ന് ഉള്ളിൽ മുഷിഞ്ഞേറെ നിരാശരായി മടങ്ങിച്ചെന്നു വേഗത്തിൽ മഹാപ്രഭുവോടൊക്കെയും ചൊല്ലി കിടാങ്ങൾ. ശ്രദ്ധിക്കണം,
മുറ്റത്തു നിന്നുള്ളിൽ മുഷിഞ്ഞേറെ. അവിടെയാണ് എനിക്ക് തന്നെ അർത്ഥം മുഴുവൻ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ. പിന്നെ എനിക്ക് പിടികിട്ടി. ഞാൻ വേറൊരു ലോകത്തിലാണ്. എന്താ ലോകം? ഇങ്ങനെ നമ്മൾ എത്ര സ്ഥലത്ത് പോയിട്ട് പോകുന്നുണ്ട് ഇല്ലേ? ഞാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കുറച്ച് മുമ്പ് പറയുണ്ടായി. മുറ്റത്തിൽ നിന്നു ഉള്ളിൽ മുഷിഞ്ഞേറെ. മനസ്സ് മുഷിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഉള്ളിൽ മുഷിഞ്ഞേറെ നിരാശരായി മടങ്ങി ചെന്നു വേഗത്തിൽ മഹാപ്രഭുവോടൊക്കെയും ചൊല്ലി കിടാങ്ങൾ നാഥൻ്റെ വാത്സല്യത്തിൻ കുരുന്നുകൾ. ആ ഒരു വാക്ക്, അവരുടെ ക്രെഡൻഷ്യൽസ് ആലോചിച്ച് നോക്കൂ. സുധാമാവനും സുബലും മറ്റു കുട്ടികൾക്കും കിട്ടിയ ഒരു ക്രെഡൻഷ്യൽ. ആരാ ഇവരെ? നാഥൻ്റെ വാത്സല്യത്തിൻ കുരുന്നുകൾ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാത്സല്യത്തിൻ്റെ പാത്രീഭൂതരായി സന്തത സഹചാരികളായിട്ട് കാലിമേച്ച് നടക്കുന്ന, തന്നെ ഉരുമ്മിയും തന്നെ തോണ്ടിയും തന്നിൽ നിന്ന് കിട്ടുന്ന വാക്കുകളൊക്കെ ദൈവവാക്കുകളായിട്ട് കരുതി തൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്ന കുട്ടികൾ. ഒരു സ്റ്റൂളില്ലെങ്കിൽ പറയും എൻ്റെ തോള് കയറിക്കോളൂ കൃഷ്ണ. സുധാമാവും സുബലിനൊക്കെ അത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആലോചിച്ച് നോക്കൂ. ഈ ഭക്തിയുടെ വിഷയം വരുമ്പോൾ നമ്മുടെ ഈ ഡൗൺ ട്രോഡൻ ആൾക്കാരോട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പെരുമാറണം. വാരിക്കോരി കൊടുക്കണം. എൻ്റെ നാട്ടിൽ ഓങ്ങല്ലൂർ ഞാനൊക്കെ ലീവിൽ വരുമ്പോൾ എൻ്റെ ഒരു സതീർത്ഥ്യൻ, ഓങ്ങല്ലൂർ മാരാത്ത അനിയൻ എന്ന് പറയും. അദ്ദേഹം കനറ ബാങ്കിലാണ് ജോലി ചെയ്യണം. ഞാൻ ഇന്ന ദിവസം പോവും, എനിക്കൊരു 2000 ഉറുപ്പ്യ വേണട്ടോ പറയും ഞാൻ. കാരണം വന്നതൊക്കെ കഴിയും. അദ്ദേഹമാണെങ്കിലോ 2 ദിവസം മുമ്പ് തന്നെ, അന്നൊക്കെ തുടക്കത്തിൽ 2 റുപ്യ 5 റുപ്യ ഉണ്ടാവുക, അതൊക്കെ നല്ല ഫ്രഷ് നോട്ട് തരും. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോണ ദിവസം ഏറെക്കുറെ നമ്മുടെ വീടിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. തമ്പരാൻകുട്ടി എന്താ പോണ്? മോശമില്ലല്ലോ, നല്ല പേരല്ലേ. അപ്പോൾ 2 കൊടുക്കേണ്ടവർക്ക് 5 കൊടുക്കേണ്ടവർക്ക് ചിലപ്പോൾ 2 10 കൊടുക്കേണ്ടവരുണ്ടാവും. 2 5 ആയിട്ട് 10 കൊടുക്കേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് അവരുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നിറവേറ്റുമ്പോൾ നമ്മൾക്കുണ്ടാവുന്നൊരു മാനസിക സന്തോഷമുണ്ട്. നമ്മൾ പൂമുള്ളി മനയിൽ 6-ാം തമ്പുരാൻ്റെ ആൾക്കാരൊന്നും അല്ലല്ലോ. എന്നാലും നമ്മളൊക്കെ എന്താണെന്നാ പറയുക, പൊന്ന് വയ്ക്കേണ്ടടുത്ത് പൂവ് വയ്ക്കാൻ സാധിക്കുക അല്ലേ? അങ്ങനെ എത്രയോ പേര് ഞാൻ സത്പേര് ഉള്ളവരാണ് എന്നുള്ളൊരു എന്നെ എല്ലാവരും ഭാഗ്യവാൻ എന്നാണ് പറയല്ല. അപ്പോൾ ഈ തഥാതൻ പറയും തഥാസ്തു. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അതാണ് അവസ്ഥ ഇവിടെ. മുറ്റത്തു നിന്ന് ഉള്ളിൽ മുഷിഞ്ഞേറെ നിരാശരായി മടങ്ങിച്ചെന്നു വേഗത്തിൽ മഹാപ്രഭുവോടൊക്കെയും ചൊല്ലി കിടാങ്ങൾ നാഥൻ്റെ വാത്സല്യത്തിൻ കുരുന്നുകൾ. അകക്കാമ്പിൽ അഴുക്കില്ല, അകക്കാമ്പിൽ അഴുക്കറ്റ വിശുദ്ധിയുടെ മൂർത്തികൾ. അതിനർത്ഥം പറയണ ഹരിദാസേ, വിശുദ്ധിയുടെ മൂർത്തികൾ. ബാലന്മാരാരാ? അവരെന്താ ബാങ്ക് ബാലൻസ് ഉള്ളവരാണോ? അല്ല. പക്ഷെ ആധ്യാത്മിക ബാങ്കിലുണ്ട്, ക്രെഡിറ്റ് എത്ര വേണമെങ്കിലും ഉണ്ട്. അകക്കാമ്പിൽ അഴുക്കറ്റ ഒരൊറ്റ ഒരു വികാരം കൊണ്ട് അർത്ഥം മാറി. അഴകറ്റ എന്നല്ല, അഴുക്കറ്റതാ അല്ലേ? ഈ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ഒരു വൈപരീത്യം ആലോചിച്ച് നോക്കും. അഴുക്കറ്റ വിശുദ്ധിയുടെ മൂർത്തികൾ വെറുതെ വെയിൽ കൊണ്ട് ഞങ്ങൾ വിയർത്തേൻ. അത്രമാത്രമാം കുട്ടികൾക്ക് വിഷമമായിപ്പോയി. ഭഗവാന് വിശന്നിട്ട് വയ്യ എന്നുള്ളത് അവിടെ പോയി പറഞ്ഞിട്ട് അവർ നമ്മൾക്കൊന്നും തന്നില്ല. നമ്മുടെ കാര്യം പോട്ടെ,
ഭഗവാനും ഏട്ടൻ്റെയും കാര്യം എന്താ? യശോദമ്മ എങ്ങനെ അത് മനസ്സിലാക്കുക? നന്ദഗോപുരം എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ കുറേ തടിമാടന്മാർ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പോന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ വിഷമം? ആർക്കാ അഭിമാനം? അല്ലേ? ആലോചിച്ച് നോക്കൂ. വെറുതെ വെയിൽ കൊണ്ട് ഞങ്ങൾ വിയർത്തേൻ അത്രമാത്രമാം പരം ലജ്ജാവഹം തന്നെ, പരം ലജ്ജാവഹം തന്നെ, പരാന്നം പ്രാണസങ്കടം. പരാന്നം, മറ്റുള്ളവരുടെ ദയ കൊണ്ട് കിട്ടുന്ന അന്നം, പ്രാണസങ്കടം. കിട്ടിയാലല്ലേ വയറുന്നറിയാൻ പറ്റുള്ളൂ. കിട്ടിയില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ പഠിപ്പാണ് നമുക്ക് തരണത്? ഇതൊക്കെ 8, 10, 12 വയസ്സിൽ നഷ്ടം വന്നതിൻ്റെ വിപരീത ഫലങ്ങളല്ലേ നമ്മൾ നാലുപുറം കാണുന്നത്? പരം ലജ്ജാവഹം തന്നെ, പരാനം പ്രാണസങ്കടം. ഇരന്നീടാൻ പുറപ്പെട്ടാൽ ഈ മട്ടാരും വിളഭരാം. ഇരന്നീടാൻ പുറപ്പെട്ടാൽ ഈ മട്ട് ആരും ആരും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഇതിനേക്കാൾ വലിയവർ ഈ ലോകത്തിലില്ലല്ലോ. കൃഷ്ണൻ്റെ സതീർത്ഥ്യരെ പോലെ ഔന്നിത്യം പ്രാപിച്ചിട്ടുള്ള ഒരാളും ഈ ലോകത്തില്ല. കാരണം പറയണ്ടായി, വിശുദ്ധിയുടെ മൂർത്തികൾ. ഇവരാരാ? വിശുദ്ധിയുടെ മൂർത്തികൾ. അവർക്കാണ് ഈ പരാജയബോധം മനസ്സിൽ തോന്നാനുള്ള ഈ വല്യപ്പന്മാർ കാണിച്ചു കൂട്ടിയത്. ഇരന്നീടാൻ പുറപ്പെട്ടാൽ ഈ മട്ടാരും വിളിഭരാം. ആളെ തെല്ലും അറിഞ്ഞിടാതവർ തൻ മുമ്പിൽ ഈ വിധം. അതാ അല്ലേ? ആൾക്കാരെ ബാലന്മാരാണെന്നോ അല്ലെങ്കിൽ പശു മേയ്ക്കുന്ന ആൾക്കാരാണെന്നോ വിചാരിച്ചിട്ട് നമ്മൾ അവഹേളിക്കരുത്. നോക്കൂ, എൻ്റെ ഗുരുനാഥൻ ആൾ വലിയൊരു കില്ലാടിയായിരുന്നു. അദ്ദേഹം എന്നോട് പറയും, രാജാ, സ്റ്റേജിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആരോടും പ്രത്യേക വിനയഭാവം കാണിക്കരുത്, ആരെയും നോക്കി ചിരിക്കരുത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും സമഭാവന, ഭക്തി മാത്രം ഉണ്ടായാൽ മതി, അറ്റാച്ച്മെൻറ്റ് പാടില്ല ആരോടും. കാരണം ഒരാളോട് പ്രത്യേക അറ്റാച്ച്മെൻറ്റ് കാണിച്ചാൽ അത് കണ്ട് അസൂയുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ മനസ്സിൽ വിഷമം തോന്നും. പൊന്നാര മോനെ, ബി കെയർഫുൾ, ബി അലർട്ട്, ബി കോഷ്യസ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് പറയുക. അതിനർത്ഥം ഇതൊക്കെ അതാണ്. ആളെ തെല്ലും അറിഞ്ഞിടാതവർ തൻ മുമ്പിൽ ഈ വിധം അപേക്ഷയും കൊണ്ട് ചെല്ലുന്നതിനേക്കാളും മൊഴിയിൽ മരിച്ചിടുകയാം മാനം അരവിന്ദലോചന. ഭഗവാൻ എന്താ ചെയ്യുക? ആലോചിച്ച് നോക്കും. ഭഗവാന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണോ? അപേക്ഷയും കൊണ്ട് ചെല്ലുന്നതിനേക്കാളും ഊഴിയിൽ ഭൂമിയിലെ. എന്നോടൊരാൾ എന്താ ശബ്ദം പതറിയണതെന്നാണ് ചോദിച്ചത്. പിന്നെ വേണ്ടത് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്താ ശബ്ദം പതറിയണത്? ഇതല്ലല്ലോ ശരിയായ ശബ്ദം. ഒരു ഒളിച്ചോട്ടായിരുന്നു. അതാ ഈ വാക്ക ഇനി മൂന്നാമത്തെ വാചകം എൻ്റെ മുമ്പിലുണ്ടായിരുന്നതെന്ന്. എന്താ? മരിച്ചിടുകയാം മാനം അരവിന്ദലോചന. ഭഗവാൻ എത്ര ആൾക്കാരെ മുൾമുനയിൽ നിർത്തി തക്കതായിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ച് ആനന്ദം, പരമാനന്ദം അനുഭവിപ്പിച്ചിട്ടുള്ളത്. അപേക്ഷയും കൊണ്ടു ചെല്ലുന്നതിനേക്കാളും മൊഴിയിൽ മരിച്ചിടുകയാം മാനം അരവിന്ദലോചന. ഉന്മത്ത മൂക ജഡരെ പോലെ വാഴേണ്ട യോഗികൾ. മൈ ഗോഡ്, നമ്മൾക്ക് വിവരം കൂടുമ്പോൾ നമ്മളെങ്ങനെ വേണമുണ്ടോ? ഉന്മത്ത, മലയാളത്തിലുള്ള ഉന്മത്ത അല്ലാതെ
സംസ്കൃതത്തിൽ ഉന്മത്തൻ, സാക്ഷിയായിട്ടിരിക്കാതെ അർത്ഥം. ഹരിദാസ് ബി കെയർഫുൾ. ഉന്മത്ത എന്ന് പറഞ്ഞാൽ സാക്ഷിയായിട്ട്. ഉന്മത്ത, മൂക, മിണ്ടാനറിയില്ല, ബധിര അല്ല സോറി മൂക ജഡരെ പോലെ വാഴേണ്ട യോഗികൾ മേന്മ കാട്ടായ്വതിനൊട്ടു യാചിച്ചാൽ മതി മാധവ. അല്ലേ? മേന്മ കാട്ടായ്വതിന് ഒട്ടു യാചിച്ചാൽ മതി മാധവ. വെറുതെ കുണ്ടലം തൂങ്ങും അവർ തൻ കാതിലൊക്കെയും. അയ്യോ, വെറുതെ കാതിൽ സ്വർണ്ണകുണ്ഡലം തൂക്കിയിട്ടെന്താ കാര്യം? ഭഗവാന്റെ വീരശൂര പരാക്രമങ്ങൾ കേൾക്കാത്ത കാതിന് എന്തിനാണ് ഈ അലങ്കാരം എന്നാ ചോദിക്കണതേ. ദിസ് റൂം ഈസ് ചാർജിങ് വിത്ത് ഹിസ്റ്റീരിയ. ഏത് ഞാനിരിക്കണ ഈ റൂമുണ്ടല്ലോ, അതിൽ ഞാനൊക്കെ 3 ഭാഗം തുറന്നിട്ടുണ്ട്, ഒക്കെ നെറ്റടിച്ചിട്ടുണ്ട്. എന്നാലും the amount of fun I am enjoying, the amount of wisdom I am generating through these lines, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അഗാധമായ ഖനിയാണിത്. ഖനി എത്ര എടുത്താലും പിന്നെയും അത് ഫുള്ളാവുകയാണ്. വെറുതെ കുണ്ടലം തൂങ്ങും അവർ തൻ കാതിലൊക്കെയും നിങ്ങൾ തൻ പുണ്യനാമങ്ങൾ പോലും കേൾപ്പിച്ചു കേശവ. അങ്ങയുടെ ഏട്ടൻ്റെയൊക്കെ നാമങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടും ആ കുണ്ടലങ്ങൾ തൂക്കിയിട്ടുള്ള കാതുകൾ പെരിച്ചായിയുടെ മടയാണ് കേശവാദ പറഞ്ഞത്. പെരിച്ചായിയുടെ മട. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തൻ പുണ്യനാമങ്ങൾ പോലും കേൾപ്പിച്ചു കേശവ. ഈ ഞങ്ങൾ അമൃതം കൊണ്ടങ്ങൊഴിച്ചു കുപ്പയിൽ. കണ്ടോ? എൻ്റെ പൊല്ലേ, അങ്ങയുടെ നാമധേയങ്ങൾ അമൃതാണ്. ആര് കേൾക്കണോ അവർക്ക് മരണമില്ല. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചസ്ഥായിയിൽ കേട്ട് ആനന്ദിച്ചാൽ മതോന്മത്തന്മാരാവും. അല്ലേ? അപ്പോൾ ഈ ഞങ്ങൾ അമൃതം കൊണ്ട് അങ്ങ് ഒഴിച്ചു പടുകൂപ്പയിൽ. ഇതിനേക്കാൾ ഇല്ലേ പണ്ടുള്ളവരെ, എൻ്റെ അച്ഛനടക്കം ചീത്ത വിളിക്കുക, ഒരാളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഒരു കഴുവിൻ്റെ ജന്മ. കഴു എന്ന് പറഞ്ഞാൽ കഴുകൻ എന്നർത്ഥം. അതാർക്കും മനസ്സിലാവില്ല. കഴുകൻ എന്ന് പറഞ്ഞാൽ കഴുകൻ്റെ സ്വഭാവം എന്താ? ചത്തത് കൊത്തി തിന്നണതെന്നാ കഴു. ഇന്നോ തന്തയ്ക്കും തള്ളയ്ക്കും അല്ലാണ്ട് വിളിക്കുമോ ആൾക്കാർ? ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് ഇതിലൊക്കെ ഡാഷ് മോനെ സോ സാഡ്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ ഇതിന് പുറത്തേക്ക് വരാൻ സമയം എടുക്കുക എനിക്ക്. അതായത് വെറുതെ കുണ്ടലം തൂങ്ങും അവർ തൻ കാതിലൊക്കെയും നിങ്ങൾ തൻ പുണ്യനാമങ്ങൾ പോലും കേൾപ്പിച്ചു കേശവ. ഈ ഞങ്ങൾ അമൃതം കൊണ്ട് അങ്ങ് ഒഴിച്ചു പടുകുപ്പയിൽ. കേൾക്കേണ്ട കാര്യം കേൾക്കാത്ത വെറും ബധിരരാം പ്രഭോ. അവർ വെറും ബധിതരാം പ്രഭോ. അവർക്ക് യാതൊരു വ്യത്യാസമില്ല. ഭഗവാനെ അവർ പ്രഭുവായിട്ട് തന്നെ അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതൊക്കെ. അവർ എത്ര നിഷേധികളായിരുന്നിട്ടും അവർ എത്ര നീച സ്വഭാവക്കാരായിട്ടും ഇവരുടെ റിലേഷൻ ഭഗവാന്റെ അടുത്ത് എന്താ? പ്രഭു തന്നെയാണ്. മാറിൽ പൂണൂലണിഞ്ഞിട്ടും കേൾക്കണം. എനിക്ക് ഈ ഗ്രന്ഥം വളരെ ഹൃദ്യമായിട്ട് തോന്നി. മാറിൽ പൂണൂലണിഞ്ഞിട്ടും നാവിനാൽ നിന്യവാക്കുകൾ മഹാബ്രാഹ്മണറിയമ്മട്ടിൽ അരുളും മധുസൂദന. വെറുതെ 6-7 വർഷം ഭഗവാനെ ഉപാസിച്ച നൈപുണ്യം താമരശ്ശേരി കൃഷ്ണൻ പടത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കത്രേ പറയുള്ളൂ.
ഹാറ്റ്സ് ഓഫ് ചെയ്യും. പാദ നമസ്കാരം അദ്ദേഹത്തിന്. എന്താ പറയുന്നത്? മാറിൽ പൂണൂലണിഞ്ഞിട്ടും നാവിനാൽ നിന്യവാക്കുകൾ മഹാബ്രാഹ്മണരെ മട്ടില്ലരുളും മധുസൂദനാം. ഭക്തിഗീതങ്ങൾ പോലുള്ളം കുളിർപ്പിക്കുന്ന കുട്ടികൾ അല്ലേ? ഭക്തിഗീതങ്ങൾ പോൽ ഉള്ളം കുളിർപ്പിക്കുന്ന കുട്ടികൾ അരുളും മൊഴി കേട്ട് അമ്പാർന്ന് അരവിന്ദലോചനൻ. ഇനി ഭഗവാന്റെ ഭാഗ. ഭഗവാൻ തൻ്റെ സതീർത്ഥ്യർക്ക് പറ്റിയ മാനാപമാനങ്ങളെ എങ്ങനെ സ്വീകരിച്ചു? അതാണ് വിഷയം. ഭക്തിഗീതങ്ങൾ പോൽ ഉള്ളം കുളിർപ്പിക്കുന്ന കുട്ടികൾ അരുളും മൊഴി കേട്ട് അമ്പാർന്ന് അരവിന്ദലോചനൻ കോപിച്ചു ഫലമില്ലേതും. അദ്ദേഹം പറയാണ്, ദേഷ്യപ്പെട്ടിട്ടൊരു കാര്യമില്ല. ഈ ഒരു ഉപദേശം നമ്മൾ സ്വീകരിക്കണം. ചിലപ്പോൾ നമ്മുടെ ബോസ് നമ്മളെ ഫയർ ചെയ്തു എന്ന് വരും. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2002 എൻ്റെ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ എൻ്റെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ട്രസ്റ്റ് വർത്തി നോന്ന് എഴുതി. അതെന്താ ഉണ്ടായത് വിചാരിച്ചാൽ 3-4 ആൾക്കാരുടെ വെച്ചതിൽ ട്രസ്റ്റ് വർത്തി നോന്ന് ആരുടെയിൽ എഴുതണോ അതിലെഴുതിയില്ല, അതിൽ എക്സംപ്ലറി എന്ന് എഴുതി. എൻ്റെ അതിനാണെങ്കിൽ ഗ്രഹപ്പഴ ഉണ്ടെന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ ഈശ്വരാരാധന ചെയ്യുന്നതിൽ താല്പര്യമുള്ള ഒരാളാവുക കാരണം എനിക്ക് BP ഒന്നും കയറിയില്ല. എന്തിനാണ് BP കയറുന്നത്? ഒരാൾ ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ മോശക്കാരനാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അപ്പോൾ ഞാൻ ഒരു 25 വർഷം സർവീസ് കഴിച്ചിട്ടുണ്ട്. ഈ 25 വർഷം എക്സംപ്ലറി ആയിട്ടുള്ള ക്യാരക്ടർ ഒരാൾ 26ാമത്തെ കൊല്ലം അത് ട്രസ്റ്റ് വർത്തി നോന്ന് എഴുതിയാൽ ആ കേസ് എടുക്കില്ല. അവിടെ നിന്നിട്ടുള്ളതും എക്സംപ്ലറി ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാൻ സാധിക്കണം. ആദ്യം നമ്മൾ മിസ്റ്റർ ക്ലീൻ ആണെങ്കിൽ ഒരു ഹെല്ലും നമുക്ക് സംഭവിക്കാൻ പോണില്ല. അപ്പോൾ കോപിച്ചു ഫലമില്ലായേതും മൂഢവിപ്രരോടാകയാൽ, അദ്ദേഹം പറയാണ്, മൂഢവിപ്രരോടാകയാൽ കുളിർക്കവേ ചിരിച്ചും കൊണ്ട് ഓതിനാൻ ജഗദീശ്വരൻ. ഭഗവാന്റെ ഒരു മാനസികാവസ്ഥ. കോപിച്ചു ഫലമില്ലേതും മൂഢവിപ്രരോടാകയാൽ. ബുദ്ധിയില്ലാത്തവരായപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മൂഢവിപ്രരോടാകയാൽ കുളിർക്കവേ ചിരിച്ചു. കുളിർക്കവേ, ആ ചിരിയുടെ താപം അളക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ചുട്ടിരിക്കും ഭഗവാൻ. കയ്യിൽ സുദർശനുള്ള ആളാണ് ഇല്ലേ? ദുർവാസാവ് മഹർഷി അല്ലേ ഒരു എന്താണെന്നാ പറയുക, അംബരീഷ ചക്രവർത്തിയുടെ ഏകാദശി വ്രതം മുടക്കാൻ വേണ്ടി പാരണ വീടാൻ ലേറ്റായിട്ട് വന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പാരണ വീടേണ്ട സമയമായി. അപ്പോൾ ഗുരുജനങ്ങളോട് ചോദിച്ചു, എന്താ ചെയ്യുക? കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ടേ പാരണ വെട്ടിക്കോളുമായി. ഇത് അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞു വന്നു. ആഹാ, എന്നെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. തലമുടിയിൽ നിന്ന് ഒരു എന്താണ് പറയുക, അദ്ദേഹത്തിൻ്റെ യോഗബലം കൊണ്ട് ഒരു തീപന്തത്തിനെ ഉണ്ടാക്കി കൃത്യനെ ഉണ്ടാക്കിയെന്ന. എന്നിട്ട് ഇദ്ദേഹത്തിന് ചൂടാനുള്ള പരിപാടിയാണ്. സമ്മതിക്കുമോ ഭഗവാൻ? ഭഗവാൻ ഈ അരുമയായ ഭക്തന് അംബരീഷ ചക്രവർത്തിക്ക് തൻ്റെ സുദർശനം സ്വാധീനത്തിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ടത് സുദർശനത്തിൻ്റെ കഴിവാണ്. അപ്പോൾ കൃത്യ കണ്ടതും സുദർശനം പുറപ്പെട്ടു. പിന്നെ ഓട്ടപ്രദർശനമാണ്. ഈ കഥകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും എല്ലാം സഹിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള പരമാത്മ ചൈതന്യത്തിനെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലല്ലേ നമ്മുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാവണമെന്ന് സമൂഹത്തിൽ. അതുകൊണ്ട് ആർക്കാ വൈഷമ്യം ആരാണ് ചെയ്യണത്, കർമ്മം ചെയ്യണത് അവർക്കുള്ളതാണ് ഫലം. ആര് കാരണം എന്നുള്ളത് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കോപിച്ചു ഫലമില്ലേതും മൂഢവിപ്രരോടാകയാൽ കുളിർക്കവേ ചിരിച്ചും കൊണ്ട് ഓതിനാൻ ജഗദീശ്വരൻ.
അനിത്യമായ കാര്യത്തിൽ, നിത്യമായതല്ല, അനിത്യമായ കാര്യത്തിൽ മയങ്ങും മർത്യരേവരും. സഹതിപ്പിക്കുകയാണ്. അനിത്യമായ കാര്യത്തിൽ പ്രൊഫഷണലിസം, മയങ്ങും മർത്യരേവരും അമ്മട്ടിലാം പ്രപഞ്ചത്തിൽ അറിഞ്ഞിടുവിനെപ്പോഴും. ഇതാ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക ഈ പ്രപഞ്ചത്തിൽ എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യം വരില്ല. അനിത്യമായ കാര്യത്തിൽ മയങ്ങും മർത്യരേവരും അമ്മട്ടിലാം പ്രപഞ്ചത്തിൽ അറിഞ്ഞിടുവിൻ എപ്പോഴും. സത്സംഗത്താൽ വല്ലമട്ടും ഭക്തിജ്ഞാന പരിശ്രമം. എന്താ പറഞ്ഞത്? സത്സംഗത്താൽ വല്ലമട്ടും ഭക്തിജ്ഞാന പരിശ്രമം. ഇൻഡസ്ട്രിയസ് മൈൻഡ് ആവണം. എന്തിന്? ഭക്തിജ്ഞാനങ്ങൾ ഉണ്ടാവാൻ. തുടർന്നിടുകിലേ മർത്യനാവുള്ളൂ മന്നിതിൽ. തുടർന്നിടുകിലേ എന്താണ്? കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? തുടർന്നിടുകിലേ മർത്യനാവുള്ളൂ മന്നിതിൽ. ഈ മർത്യനാണ് മൃഗമാവണത്, മർത്യനാണ് ശ്രേഷ്ഠനാവുന്നത്. മർത്യത്വം, മരണം സ്വാഭാവികമുള്ളവനാണ് മർത്യൻ എന്ന് പറഞ്ഞത്. അപ്പം മരണം സംഭവിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ എന്ത് വേണം? അധോഗതി പ്രാപിക്കാതെ ഊർധ്വഗതി പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. നിധി കാക്കുന്ന ഭൂതം പോലരികിൽ പണമെത്രയും സൂക്ഷിക്കിൽ മാന്യരാം തങ്ങളെന്നോർക്കും ക്ഷുദ്രബുദ്ധികൾ. ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 45-ാമത്തെ ശ്ലോകം ആണെന്ന് പല സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിധി കാക്കുന്ന ഭൂതം പോൽ അരികിൽ പണമെത്രയും സൂക്ഷിക്കിൽ മാന്യരാം തങ്ങൾ എന്നോർക്കും ക്ഷുദ്രബുദ്ധികൾ. ക്ഷുദ്രന്മാരാണവർ. എനിക്കിപ്പോൾ പേടിയെന്താ? ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ഒന്നിനോടൊന്നും വെച്ചായിട്ടുള്ള കാര്യങ്ങൾ. അത് പറയുന്നത് ഇപ്പോൾ സമയം കിട്ടില്ല, കാരണം 46-47 മിനിറ്റ് ആയി കഴിഞ്ഞു. എന്തായാലും നോക്കുക. നിധി കാക്കുന്ന ഭൂതം പോലരികിൽ പണം എത്രയും സൂക്ഷിക്കിൽ മാന്യരാം തങ്ങളെന്നോർക്കും ക്ഷുദ്രബുദ്ധികൾ. തെറ്റല്ലേ അത്? ഭാഗ്യത്താൽ വല്ലതും ധർമ്മകാര്യത്തിൽ ചിലവാക്കുവാൻ കൈവരും പുണ്യത സന്ദർഭം തട്ടി നീക്കും പിശുക്കിനാൽ. ഇതും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതും ഭാഗ്യത്താൽ വല്ലതും ധർമ്മകാര്യത്തിൽ ചിലവാക്കുവാൻ കൈവരും പുണ്യസന്ദർഭം തട്ടി നീക്കും പിശുക്കിനാൽ. പഠിപ്പും പണവും വാഗ്മാധുരിയും കാണുമെങ്കിലും, ശ്രദ്ധിക്കണം, പഠിപ്പും പണവും വാഗ്മാധുരിയും കാണുമെങ്കിലും സന്മനസ്ഥിതി ഉണ്ടാവാതെത്രയും ബഹുദുർലഭം. സന്മനസ് ഉണ്ടാവുന്നവർ ദുർലഭമാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾക്കൊരു സന്മനസ് ഭഗവാൻ തന്നിട്ടില്ലേ? പിന്നെ എന്തിനാ പരാക്രമം കാണിക്കവർ തളരുന്നത് വരെ നമ്മൾ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ. എപ്പോഴും നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ മുയലും ആമയും കൂടിയുള്ള പന്തയം പോലെ നമ്മൾ ഒരിക്കലും മുയലാവണ്ട, ആമയായിട്ട് മതി. ബി സ്റ്റഡി, സ്ലോ ആൻഡ് സ്റ്റഡി. സ്ഥിരപ്രജ്ഞ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയാം. സന്മനസ്ഥിതി ഉണ്ടാവതത്രയും ബഹുദുർലഭം. കൊഞ്ഞനം കാട്ടിടുന്നോൻ്റെ മുഖം വികൃതമാം വിധം. ആഹാഹഹ, എന്താ മാധുര്യം! അപ്പോൾ ഈ തഥാസ്തു എന്ന് പറയുന്നത് ശരിയായി വന്നില്ലേ? കൊഞ്ഞനം കാട്ടിടുന്നോൻ്റെ മുഖം വികൃതമാം വിധം മാത്രമേ കരുതിയിടേണ്ടു നിങ്ങൾ ആ വിപ്രഭാഷിതം. ഇങ്ങനെ ആരുടെ ക്രോധാവേശത്തെയും സമചിത്തതയോടുകൂടി എതിരിടാൻ സാധിച്ചാൽ നമ്മൾ ജയിച്ചു. ഞാനതിൽ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം.
കൊ- കൊഞ്ഞനം കാട്ടിടുന്നോൻ്റെ മുഖം വികൃതമാം വിധം മാത്രമേ കരുതേടേണ്ടൂ നിങ്ങൾ ആ വിപ്രഭാഷിതം. വല്ലോരിൽ നിന്നും അവർ തൻ ഗുണഭാഗങ്ങൾ കാണുവാനുൾക്കാമ്പിൽ പുണ്യസംസ്കാരം ഉളവാകണം എത്രയും. എന്താണ് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗ്യം ചെയ്യേണ്ടത്? വല്ലോരിൽ നിന്നും അവർ തൻ ഗുണഭാഗങ്ങൾ കാണുവാൻ. മറ്റൊരാളുടെ സംഭാഷണത്തിൽ എന്തെല്ലാം ഗുണഗണങ്ങളുണ്ട് അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഉൾക്കാമ്പിൽ പുണ്യസംസ്കാരം ഉളവാകണം എത്രയും. നമ്മുടെ ഉൾക്കാമ്പിൽ സംസ്കാരം ഉളവാകണം എത്രയും. മറ്റുള്ളവനെ സംസ്കാരശൂന്യെന്ന് പറയരുത്. നമ്മുടെ ഉള്ളിൽ നല്ലൊരു സംസ്കാരം ഉണ്ടായാൽ മതി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സും നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.